നമസ്കാരം. നമ്മളിന്ന് ചില മാധ്യമങ്ങളൊക്കെ കണ്ടു, നാട്ടിൽ മയക്കുമരുന്ന് അധിക ഡോസായിട്ട് 2 കുട്ടികൾ മരിച്ചുപോയെന്നും ഒരാളെ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചേക്കുവാണെന്നും. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള കുട്ടികളെ പറ്റിയാണ്. ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മളൊരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ 100% പേരൻസിൻ്റെ ഭാഗത്തെ വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. ആ കുട്ടികൾ എവിടുത്തെ ആൾക്കാരാണെന്നോ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, അവരുടെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പനും അമ്മയും ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ ഈ കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സും ശരീരവും അവരുടെ ആഗ്രഹങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം അല്ല അവരുടെ പ്രസൻസ് വളരെ അത്യാവശ്യമാണ്. പഴയൊരു കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മയക്കുമരുന്നും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വലിയ കാശുള്ള വീട്ടിലെ പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ഇതൊക്കെ മേടിക്കാനുള്ള പൈസ വളരെ കൂടുതലാണ്. വലിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സാധനങ്ങളൊക്കെ കൈ കിട്ടത്തുള്ളൂ. പക്ഷേ ഇന്ന് കാലം പോയി. പണ്ട് 20,000, 30,000, 40,000 രൂപ കൊടുത്തുകൊണ്ടിരുന്ന സാധനം ചിലപ്പോൾ ഇന്ന് 500 രൂപയ്ക്കും 400 രൂപയ്ക്കും അല്ലെങ്കിൽ 100 രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും. കാരണം ഇന്ന് കൂടുതൽ മാർക്കറ്റ് ആവശ്യമാണ്. അവരും തന്നെ വളരെയധികം വില കുറച്ചൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പല പേരിൽ ഈ വക സാധനങ്ങൾ, അത് ചെറുതും വലുതുമായ ഡോസുള്ള പല പല സാധനങ്ങൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം വൈകിട്ട് റംസാൻ്റെ സമയമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഇച്ചിരി നേരത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. നേരത്തെ കിടന്നുറങ്ങാമെന്ന് കരുതി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഏകദേശം ഒരു രാത്രി 12:30, 12:45 ആയപ്പം ഭയങ്കര ശബ്ദം വീടിന് പുറത്ത് കേട്ടു. അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ സംഭവിക്കുന്നത്, റോഡിൽ കുറേ കൊച്ചു കുട്ടികൾ, ഞാൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ കൊച്ചു കുട്ടികളാണ്. അവിടെയുള്ള 1-2 ആൾക്കാരുമായിട്ട് ഭയങ്കര വഴക്കാണ്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-35 കുട്ടികളുണ്ട്. 2-3 വലിയ ആൾക്കാരുമുണ്ട്. അവരുമായിട്ട് ഭയങ്കര വഴക്കും തെള്ളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും, ദേഷ്യപ്പെടലും, തെറിവിളിയും. അതിൽ കൊച്ചു പിള്ളേർ സെറ്റ് പറഞ്ഞാൽ എല്ലാം വളരെയധികം ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അത് മോശമായ കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുകയാണ്. കാര്യം എന്താണെന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ നടത്തുകയാണ്. എല്ലായിടത്തും നടത്തുന്നത് തന്നെ. കാരണം പ്ലസ് ടുവും 10 കഴിഞ്ഞ് പോകുന്ന, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള കുട്ടികളാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ നാട്ടിലൊക്കെ ആണല്ലോ ഒരു എല്ലാവരും ഒന്ന് ഓൾ ടുഗദർ കൂടിയിട്ട് ഒരു ഫെയർവെൽ പാർട്ടി പോലോ അല്ലെങ്കിൽ ഒരു സന്തോഷം പോലെ എല്ലാവരോടും പങ്കിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഡാൻസും ഗാനമേളയൊക്കെ കാണും. ഒരു DJ പാർട്ടിയൊക്കെ നടത്തി പോയതാണ്. സാധാരണ നമ്മൾക്ക് 10:30 വരെയാണ് ഇതിനുള്ള ഒരു സമയപരിധി. കാരണം ഇത്തരം പരിപാടികളൊക്കെ നടത്താനുള്ള അനുവാദം 10:30 വരെയാണ്. എന്നാൽ ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാർ ഇവർ 10:30 കഴിഞ്ഞ് 11:30 ആയിട്ടും അവിടുന്ന് പോകാതെ വന്നപ്പോൾ അവിടെയുള്ള ചില ആൾക്കാർ അതിനെ ചോദിക്കുകയും അവരുമായിട്ട് അങ്ങോട്ടും വഴക്കുണ്ടാക്കുകയും അവസാനം വലിയ അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തു. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം വെച്ചാൽ, ഈ 12:45 ഏകദേശം ഞാനിത് കാണുമ്പോൾ 12:30 തൊട്ട് ഒരു 1 മണി വരെ ഇതിൻ്റെ കലാപരിപാടികളുടെ വഴക്ക് നടക്കുന്നുണ്ട്. ഈ 1 മണിയായിട്ട് പോലും ഇത്രയും കുഞ്ഞുങ്ങൾ വീട്ടിലില്ല. അവരുടെ വീട്ടിൽ ഇത്രയും കുഞ്ഞുങ്ങളില്ല. ഇവരെല്ലാവരും ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഒത്തുകൂടി നിൽക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നില്ല എന്ന് ഒരു പേരൻ്റ് പോലും ശ്രദ്ധിച്ചിട്ടില്ല. അവർക്കറിയായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനൊരു പാർട്ടിക്ക് പോയതാണെന്നറിയായിരിക്കും, അവിടെ ചിലപ്പം ആ പാർട്ടി നടക്കുന്നുണ്ടെന്നറിയായിരിക്കും. എന്നാലും അവർ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ, പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പറയുമായിരുന്നു, അല്ല എൻ്റെ അപ്പം പറയുമായിരുന്നു, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ പോയിട്ട് വരുമ്പം 7 മണിക്ക് മുമ്പിൽ വീട്ടിൽ കയറണം, അല്ലെ 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം. വേസ്റ്റ് കേസ് ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വലിയൊരാളായെന്ന് പറഞ്ഞാൽ പോലും, ഞാനൊരു കുടുംബം നടത്തുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും, ഞാനൊരു 10 മണിക്ക് ശേഷം അല്ല 10:30-ക്ക് ശേഷം എവിടെയെങ്കിലും പോയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിളി വരും, നീ എന്താ വരാത്തത്, അല്ല വരണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ തിരക്കി ഒരു പേരൻ്റ് പോലും വന്നില്ല, അല്ലെങ്കിൽ ഒരു പേരൻ്റ് പോലും കുഞ്ഞുങ്ങളെ തിരക്കിയിട്ടില്ല. 12:45, 1 മണിയാകുമ്പോൾ പോലും ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ തിരിച്ച് കയറിയിട്ടില്ല. സാധാരണഗതിയിൽ ആരും ഒരു പേരൻ്റ് വരണ്ടേ? അന്വേഷിക്കുന്ന പേരൻസ് ഉണ്ട്. ചില 1-2 ആൾക്കാരൊക്കെ വന്ന് എന്ത് ചെയ്യുന്നൊക്കെ നോക്കി അവരെ വിളിച്ചുകൊണ്ട് പോയി. കാരണം പാർട്ടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല, അതൊക്കെ ശരിയായിരിക്കാം. പിന്നീട് ഞാൻ അറിഞ്ഞു, ഈ കൊച്ചു കുട്ടികൾ തന്നെ ഇവർ ചില ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ മറ്റ് പദാർത്ഥങ്ങൾ ചേർത്ത് സിഗരറ്റ് വലിക്കുന്ന കുട്ടികളുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തൊന്നുമില്ല. ഇതിൽ ചിലപ്പോൾ നമ്മുടെ പേരൻസ് ചിലർ അറിഞ്ഞാൽ തന്നെ അവരതിനെ പ്രതികരിക്കാറില്ല. ചില പേരൻസ്, കാരണം അവർക്ക് ആ പ്രതികരിക്കാനുള്ള ശക്തി പോയി. നാട്ടിൽ ഇപ്പോൾ കണ്ടത് നോക്കിയപ്പം 2 കുട്ടികൾ അത് അമിതമായ ഡോസ് എടുത്ത് ചെയ്തതാണ്. പോയപ്പോൾ ആർക്ക് പോയി? അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു, അവരുടെ വീട്ടുകാരുടെ ജീവിതം നഷ്ടപ്പെട്ടു. അവരുടെ വീട്ടിലുള്ള അപ്പൻ്റെയും അമ്മയുടെയും
ആ മാനസികാവസ്ഥ അല്ല അപ്പൻ്റെ അമ്മയുടെ വിഷമം എന്ന് തീരും? ഞാനിത് പറയുമ്പം ഇത് ഈ ടീനേജുള്ള കുട്ടികൾക്ക് ചിലപ്പം അതൊരു ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോൾ. അപ്പനും അമ്മയ്ക്കും അവരുടെ വിഷമം അറിയാം. പ്രത്യേകിച്ച് അപ്പനും അമ്മയും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, അവരുടെ കൂട്ടുകെട്ടുകൾ എന്തൊക്കെയാണ്, അവർക്ക് മോശമായ പരിപാടികൾ വല്ലതും ഉണ്ടോ. ഇപ്പോൾ ചില പേരൻസ് ഉണ്ട്, ചിലപ്പോൾ മദ്യപിക്കുന്ന ചില പേരൻ്റ് എനിക്കറിയാം, പിള്ളേരെ കൂട്ടിയിരുത്തിയിട്ട് അവരെയൊക്കെ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കും, നിങ്ങൾ കുടിച്ചോളാൻ പറയും. കാരണം എത്ര പറഞ്ഞാൽ അവർ കുടിക്കുന്ന അറിയാം. ഞാൻ അതിനെയൊന്നും അത് തെറ്റാണ്, പക്ഷേ അതിനെയൊന്നും ഞാൻ തെറ്റെന്ന് 100% പറഞ്ഞ് ഞാൻ ഒഴിവാക്കുക. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേങ്കിൽ ഇത് മദ്യം കഴിച്ച് വീട്ടിൽ നിന്നും കഴിച്ച് പുറത്തുനിന്നും കഴിച്ച് വേറെ സാധനങ്ങൾ വലിച്ചു വാരി കഴിച്ച് ഈ കൃത്യമായ അളവില്ലാതെ കാണിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊരു ദോഷമാണ്. ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു. വേണം, എല്ലാ ആഘോഷങ്ങളും വേണം. നമ്മൾ ഉദ്ദേശിക്കും ഈ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ പിള്ളേരെ തെറ്റിപ്പോകും. നല്ല സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴേ പിള്ളേർ തെറ്റി തന്നെ നിൽക്കുക. അത് നമ്മൾ പല പേരൻസും അറിയുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പറയുന്നു. താങ്ക് യു.